വതആലയെ ജീവിതത്തിന്റെ എല്ലാ രംഗത്തും സൂക്ഷിച്ച് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖികളിൽ മുവഹിദുകളിൽ അല്ലാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ റബ്ബ് ഫഅസ്ലമ ثم قاتل فقتل ആ മനുഷ്യൻ മുസ്ലിമായി. പ്രവാചകന്റെയും സ്വഹാബത്തിന്റെയും കൂടെ ആ മനുഷ്യൻ യുദ്ധത്തിന് പങ്കെടുത്തു. ആ യുദ്ധത്തിൽ ആ മനുഷ്യൻ കൊല്ലപ്പെട്ടു രക്തസാക്ഷിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മനുഷ്യനെ കുറിച്ചാണ് പറഞ്ഞത്, അമില ഖലീല വഉജ്റ കസീർ. വളരെ കുറച്ചേ അയാൾ ചെയ്തിട്ടുള്ളൂ, വളരെ കുറഞ്ഞ പരിശ്രമമേ അയാൾ ജീവിതത്തിൽ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ഉജ്റ കസീർ, വലിയ പ്രതിഫലമാണ് അയാൾക്ക് ലഭിച്ചത്. ഫഇന്നഹു ലൈസ ബൈനഹു വബൈനൽ ജന്ന വബൈനൽ ജന്നതി ഇല്ലാ ഹാദിഹി ശഹാദതി വഹാദിഹി ശഹാദ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ മനുഷ്യനെ കുറിച്ച് വിശദീകരിച്ചു, അയാൾക്കും സ്വർഗ്ഗത്തിനുമിടയിൽ രണ്ട് സാക്ഷ്യങ്ങൾ മാത്രമാണ് ഉണ്ടായിരുന്നത്, രണ്ട് ഷഹാദത്തുകൾ മാത്രമാണ് അയാൾക്കും സ്വർഗ്ഗത്തിനുമിടയിൽ ഉണ്ടായത്. ഒന്ന്, അയാൾ മുസ്ലിം ആകാൻ വേണ്ടി പ്രഖ്യാപിച്ച അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന സാക്ഷ്യവാക്യം. രണ്ടാമത്തത്, ഈ യുദ്ധത്തിൽ അയാൾ ഷഹീദായ ആ രക്തസാക്ഷിത്വം. ഈ രണ്ട് സംഗതികളെ അയാൾ ദുനിയാവിൽ വെച്ച് പടച്ചിറപ്പിന് വേണ്ടി നിർവഹിച്ചിട്ടുള്ളൂ. പക്ഷേ അതാ അയാൾക്ക് അല്ലാഹു നമ്മളൊക്കെ കുതിക്കുന്ന സ്വർഗ്ഗം നൽകിയിരിക്കുന്നു. അല്ലാഹുവിന്റെ മുന്നിൽ ഒരു സുജൂദ് പോലും ചെയ്യാൻ ആ മനുഷ്യന് അവസരം കിട്ടിയിട്ടില്ല. മുസ്ലിമായപ്പോ അദ്ദേഹത്തിന്റെ മേൽ നിർബന്ധമായത് ആ യുദ്ധമായിരുന്നു. അതിന് പങ്കാളിയാവുകയായിരുന്നു, അതിൽ പങ്കെടുത്തു, രക്തസാക്ഷിയായി. ആ മനുഷ്യന് സ്വർഗപ്രവേശനമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. പടച്ച റബ്ബുമായി ഒരു കരാറിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. നമ്മുടെ റബ്ബുമായി ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. നാട്ടിൽ അതേപോലെ തന്നെ കച്ചവട രംഗത്ത് നമ്മൾ പരസ്പരം ഇടപാടുകൾ നടത്താറുണ്ട്. ആ ഇടപാടുകളിൽ ലാഭവും നഷ്ടവും ഉണ്ടാകാറുണ്ട്. ഒരു ബിസിനസ്സിന് ഇറങ്ങുമ്പോൾ വെറും ലാഭം മാത്രം പ്രതീക്ഷിച്ചുകൊണ്ടല്ല നമ്മൾ ഇറങ്ങാറുള്ളത്, നഷ്ടവും നമ്മൾ പ്രതീക്ഷിക്കും. എന്നാൽ അല്ലാഹുവുമായിട്ടുള്ള കച്ചവടം, വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തിയ ആ ഒരു ബിസിനസ്, അവിടെ ലാഭം മാത്രമാണുള്ളത്, ചെറിയ ലാഭമല്ല. അത് വിശുദ്ധ ഖുർആൻ തന്നെ പരിചയപ്പെടുത്തിയതുപോലെ ഇരട്ടികളായി നമുക്ക് കണക്കാക്കാൻ കഴിയാത്തത്ര ലാഭങ്ങൾ പടച്ചറബ് വാഗ്ദാനം നൽകുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുകും അലാ തിജാറത്തിൻ തുൻജീകും മിൻ അദാബിൻ അലീം وتجاهدون في سبيل الله بأموالكم وأنفسكم ذلكم خير لكم إن كنتم تعلمون. വിശ്വാസി സമൂഹമേ, നിങ്ങൾക്ക് വേദനയേറിയ ശിക്ഷയിൽ നിന്ന് രക്ഷ നൽകുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് ഞാൻ അറിയിച്ചു തരട്ടെയോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി, പടച്ചറബിൽ അള്ളാഹുവിൻ്റെ റസൂലിൽ വിശ്വസിക്കുന്ന, സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും പടച്ചറബിൻ്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്യുന്ന ധർമ്മസമരത്തിൽ ഏർപ്പെടുന്ന ഒരു കച്ചവടത്തെക്കുറിച്ച് വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തി. അല്ലെ, ആ കച്ചവടം, അതിലേർപ്പെട്ടവരാണ് വിശ്വാസികൾ. ഞാനും നിങ്ങളുമൊക്കെ പടച്ചറബുമായിട്ടുള്ള ആ ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ്. അവിടെയുള്ള ലാഭം നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയാത്തത്ര വലിയ ലാഭമാണ്. ഇല അശ്റം ഇല മിഅ ഇല സബ്അമിഅ ഇല അക്സറ മിൻ ദാലിക്, അത് 10 ഇരട്ടിയായി, 100 ഇരട്ടിയായി. സൂറത്തുൽ ബഖറയിലൂടെ വിശദീകരിച്ചതുപോലെ 700 ഇരട്ടിയായി, അതിലും കൂടുതലായി. വല്ലാഹു യുദാഇഫു ലിമൻ യശാ, അല്ലാഹു ഉദ്ദേശിക്കുന്നവർക്ക് പടച്ചറബ് ഇരട്ടികളായി നൽകും. അങ്ങനെയുള്ള ഒരു കച്ചവടത്തിൽ ഏർപ്പെട്ടവരാണ് നമ്മൾ. പടച്ചറബ് നമ്മൾ നിസ്സാരമെന്ന് തോന്നുന്ന ഒരു നന്മ ചെയ്താലും നമുക്ക് വളരെ കുറഞ്ഞ ശ്രമം കൊണ്ട് നിർവഹിക്കാൻ കഴിയുന്ന പ്രവർത്തനമാണെങ്കിലും അതിന് വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സുബഹി നമസ്കരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി. പള്ളിയിലേക്ക് നടന്നുപോയി. സുബഹി നമസ്കാരം കഴിഞ്ഞു. വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ ജുവൈരിയ റളിയല്ലാഹു അൻഹ ഉണ്ടായിരുന്നു. അവരങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സുബഹി നമസ്കാരം കഴിഞ്ഞ് തിരിച്ചു വന്നു. അപ്പോഴും ജുവൈരിയ റളിയല്ലാഹു അൻഹയെ അതുപോലെ കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചു, മാസിൽതി അലൽ ഹാലില്ലതി ഫാറഖ്തി അലൈഹാ, നിന്നെ ഞാൻ ഇവിടെ വിട്ടേച്ചു പോകുന്ന അവസ്ഥയിൽ തന്നെ എപ്പോഴും നീ ഇങ്ങനെ ഇരിക്കുകയാണല്ലോ. എന്നാൽ ലഖദ് ഖുൽതു ബഅദകി അർബഅ കലിമാത്തിൻ സലാസ മർറാത്ത്, ഞാൻ നിന്നെ ഇവിടെ ആക്കി പള്ളിയിലേക്ക് പോയി തിരിച്ചു വരുന്നതിനിടയിൽ 4 വാക്യങ്ങൾ ഞാൻ പറഞ്ഞു. 4 വാക്യങ്ങൾ 3 തവണ ഞാൻ ആവർത്തിച്ചു. ആ വാക്യങ്ങൾ നീ പറഞ്ഞിരുന്നുവെങ്കിൽ ലൗ ഉസിനത് ബിമാ ഖുൽതു മുൻദുൽ യൗം ലവസിനത്ഹുന്ന, ഞാൻ ആ പറഞ്ഞ ആ 4 വാക്യങ്ങൾ 3 തവണ നീ ആവർത്തിച്ചിരുന്നെങ്കിൽ
നാളെ നന്മയുടെ മീസാനിൽ, നന്മയുടെ ത്രാസിൽ ഏറ്റവും കനം തൂങ്ങുന്നതായി അത് രേഖപ്പെടുത്തപ്പെടുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് വിശദീകരിച്ചു കൊടുത്തു. സുബ്ഹാനല്ലാഹി വബിഹംദിഹി അദദ ഖൽഖിഹി വറിദാ നഫ്സിഹി വസിനത അർശിഹി വമിദാദ കലിമാതിഹി എന്ന ദിക്ർ, ആ 4 വാക്യങ്ങൾ അത് 3 തവണ ആവർത്തിച്ച് സുബഹിക്ക് ശേഷം നീ പറഞ്ഞിരുന്നുവെങ്കിൽ അത് ലവസിനതുഹുന്ന, നാളെ നന്മയുടെ ത്രാസിൽ കനം തൂങ്ങുന്നത് തന്നെയാകുമായിരുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, നമ്മുടെ റബ്ബ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തിന് പോലും വലിയ പ്രതിഫലം ഒരുക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ നന്മ ചെയ്യണമെന്ന ഉദ്ദേശത്തിന് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രതിഫലമുണ്ടെന്ന് വിശദീകരിച്ചു. ഒരാൾ ഒരു നന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ചു, അയാൾക്ക് ആ നന്മ ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിൽ പോലും അതിന് പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒരാൾ നന്മ ചെയ്യണമെന്ന് ഉദ്ദേശിക്കുകയും അത് പ്രവർത്തിക്കുകയും ചെയ്താൽ അത് 10 ഇരട്ടി പ്രതിഫലമായി, നന്മയായി രേഖപ്പെടുത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഒരു തിന്മ ചെയ്യണമെന്ന് ആഗ്രഹിച്ച് അത് ചെയ്തില്ലെങ്കിൽ അതും നന്മയായി രേഖപ്പെടുത്തുന്നു. ഒരു തിന്മ അത് ഉദ്ദേശിച്ച് പ്രവർത്തിച്ചാൽ ഒരു തെറ്റായി മാത്രം രേഖപ്പെടുത്തുന്ന കരീമായ ഔദാര്യവാനായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന് നമ്മൾ തിരിച്ചറിയണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 ആളുകളെ കുറിച്ച് വിശദീകരിച്ചു. റസഖഹുല്ലാഹു മാലൻ വ ഇൽമ. അതിലൊരാൾക്ക് അള്ളാഹു സമ്പത്തും കൊടുത്തു, അറിവും കൊടുത്തിട്ടുണ്ട്. അയാൾക്ക് ലഭിച്ച ആ 2 അനുഗ്രഹങ്ങൾ കൊണ്ടും പടച്ചറബിന്റെ മാർഗത്തിൽ അയാൾ ചെലവഴിക്കുന്നു, അത് ഉപയോഗപ്പെടുത്തുന്നു, അറിവ് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അള്ളാഹു കൊടുത്ത സമ്പത്ത് പടച്ചറബിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നുണ്ട്, നിർബന്ധ ദാനം, സകാത്ത് അയാൾ നിർവഹിക്കുന്നുണ്ട്, കുടുംബ ബന്ധം പുലർത്തുന്നുണ്ട്, അത്തരം നന്മകളൊക്കെ ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ മനുഷ്യൻ റസഖഹുല്ലാഹു ഇൽമൻ വലം യർസുഖുഹു മാല. ഒരാൾക്ക് അള്ളാഹു ഇൽമു കൊടുത്തു, അറിവ് കൊടുത്തു, പക്ഷേ ആദ്യത്തെ പറഞ്ഞ ആളെ പോലെ അയാൾക്ക് സമ്പത്തില്ല. പക്ഷേ ആ മനുഷ്യൻ ആഗ്രഹിക്കുന്നു, ലൗ അന്നലി മാല ഫുലാനിൻ ലഅമിൽതു ബിമഅമലി. അയാൾക്കുള്ളതുപോലെ സമ്പത്ത് എനിക്കും ഉണ്ടായിരുന്നെങ്കിൽ, അയാൾ നന്മ ചെയ്യുന്നത് പോലെ, സമ്പത്ത് കൊണ്ട് അയാൾ പ്രവർത്തിക്കുന്നത് പോലെ ഞാനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ സമ്പത്ത് കൊണ്ട് ചെലവഴിക്കുമെന്ന് അയാൾ ആഗ്രഹിക്കുന്നുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ 2 ആളുകളെ കുറിച്ച് വിശദീകരിച്ചിട്ട് സ്വഹാബത്തിനോട് പറഞ്ഞു, ഫഹുമാ ഫിൽ അജ്രി സവാ. ഈ 2 ആളുകളും പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ തുല്യരാണ്. ഒന്നാമത്തെ ആള് ആ സമ്പത്ത് കൊണ്ട് ഉള്ള മനുഷ്യനാണ്, ചെലവഴിക്കുന്നുണ്ട്. രണ്ടാമത്തെ മനുഷ്യന് സമ്പത്തില്ല, പക്ഷേ അതുപോലെ ചെലവഴിക്കണമെന്ന ആഗ്രഹത്തിന്, ആ ഉദ്ദേശത്തിന് ചെലവഴിക്കുന്ന മനുഷ്യന് ലഭിക്കുന്നത് പോലെ പ്രതിഫലമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അല്ലേ. ആ നിയ്യത്തുൻ ഹസന, ആ നല്ല ഉദ്ദേശത്തിന് പോലും പ്രതിഫലം നൽകുന്ന ഒരു റബ്ബാണ് സഹോദരങ്ങളെ എനിക്കും നിങ്ങൾക്കുമുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി, ഇന്ന ബിൽ മദീനതി റിജാല. സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, മദീനയിൽ ചില ആളുകളുണ്ട്, മാസിർത്തും മസീറ വലാ ഖതഅതും വാദിയ. അവർ നിങ്ങളെപ്പോലെ ഒരുപാട് യുദ്ധയാത്രകൾ നടത്തിയിട്ടില്ല, ഒരുപാട് ദൂരം ഇസ്ലാമിന് വേണ്ടി താണ്ടിയിട്ടില്ല, പക്ഷേ ഇല്ല വഹുവ മഅക്കും, പ്രതിഫലത്തിൻ്റെ വിഷയത്തിൽ അവർ നിങ്ങളോടൊപ്പമാണ് എന്ന് സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്. മദീനയിലുള്ള ചില വിശ്വാസികളായ ആളുകളെ കുറിച്ച്, അവർക്ക് പല കാരണങ്ങൾ കൊണ്ട്, പല തടസ്സങ്ങൾ കൊണ്ട് പല യുദ്ധങ്ങളിലും പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. നിങ്ങൾ പുറപ്പെട്ട പല നന്മയുടെ പ്രവർത്തനങ്ങളിലും പങ്കാളികളാകാൻ അവർക്ക് സാധിച്ചിട്ടില്ല, പക്ഷേ അവർക്ക് വല്ലാത്ത ആഗ്രഹങ്ങളുണ്ട്. രോഗം അവർക്ക് പലതിനും തടസ്സമായിരുന്നു, പല ബുദ്ധിമുട്ടുകൾ അവർക്ക് തടസ്സമായിരുന്നു, എന്നാൽ അവരുടെ മനസ്സ് നിങ്ങളോടൊപ്പമായിരുന്നു. അതുകൊണ്ട് വഹുവ മഅക്കും, പ്രതിഫലത്തിൻ്റെ കാര്യത്തിലും അവർ നിങ്ങളോടൊപ്പമുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അദ്ദേഹത്തിൻ്റെ ഭാര്യ രോഗിയായി കിടന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മകള് തന്നെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അവരെ പരിചരിക്കുക, താങ്കൾ യുദ്ധത്തിന് വരേണ്ടതില്ല. ആ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പ്രതിഫലത്തിൻ്റെ കൂട്ടത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത്. മനസ്സിൻ്റെ ആഗ്രഹത്തെ, അതിന് പ്രതിഫലം നൽകുന്നവനാണ് നമ്മുടെ റബ്ബ്. ഇനി നമ്മൾ ചെയ്തിട്ടില്ലെങ്കിലും, നമുക്ക് നന്മയുടെ ഒരു ശീലമുണ്ടായിരുന്നു, നമ്മുടെ രോഗം കാരണം, അടിയന്തരമായി വന്ന ഒരു യാത്ര കാരണം നമ്മുടെ ഒരു ശീലത്തിന് ചെറിയ മാറ്റം വന്നു, എന്നാൽ പോലും ആ നന്മക്ക് പ്രതിഫലം നൽകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇദാ മരിദൽ അബ്ദു ഔ സാഫറ കുതിബ ലഹു മാ കാന യഅമലു സ്വഹീഹൻ മുഖീമ. ഒരാൾ രോഗിയായി, രോഗം വരുന്നതിന് മുമ്പ് കൃത്യമായി 5 നേരവും ജമാഅത്തായി പള്ളിയിൽ നമസ്കരിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു. കൃത്യമായി എന്നും രാവിലെ ഖുർആൻ ഓതുന്ന മനുഷ്യനായിരുന്നു.
പക്ഷേ ഇപ്പോൾ കിടക്കയിൽ നിന്ന് എഴുന്നേൽക്കാൻ പോലും സാധിക്കുന്നില്ല, ജമാഅത്തിന് പങ്കെടുക്കാൻ സാധിക്കുന്നില്ല, വീട്ടിൽ വെച്ച് തന്നെ നമസ്കരിക്കുകയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രോഗിയാകുന്നതിന് മുമ്പ്, യാത്ര പോകുന്നതിന് മുമ്പ് അയാൾ ജമാഅത്തായി നമസ്കരിച്ചിരുന്നുവെങ്കിൽ ഇപ്പോൾ ജമാഅത്തായിട്ടല്ല നമസ്കരിക്കുന്നതെങ്കിൽ പോലും 27 ഇരട്ടി പ്രതിഫലം അയാൾക്ക് രേഖപ്പെടുത്തപ്പെട്ടുകൊണ്ടിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അല്ലേ, നമുക്ക് ചെയ്യാത്ത സമയത്ത് പോലും പ്രതിഫലം നൽകാൻ കഴിവുള്ള അത്രമാത്രം ഔദാര്യവാനായ റബ്ബാണ് നമ്മുടെ റബ്ബ് എന്ന് ഇതൊക്കെ നമുക്ക് പരിചയപ്പെടുത്തി തരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, അൽഹംദുലില്ലാ തംലഉൽ മീസാൻ. അൽഹംദുലില്ലാ എന്ന് പറഞ്ഞാൽ അത് മീസാനിനെ നിറക്കാൻ മാത്രമുണ്ട്. വസുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാ തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്. അൽഹംദുലില്ലയുടെ കൂടെ സുബ്ഹാനല്ലാഹ് കൂടി പറഞ്ഞാൽ തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്, അത് ആകാശഭൂമികളോളം നിറക്കാൻ മാത്രം, ആകാശഭൂമികൾക്കിടയിൽ നിറഞ്ഞു നിൽക്കുന്ന പ്രതിഫലമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, നമുക്ക് പറയാൻ വളരെ എളുപ്പമാണ്. അൽഹംദുലില്ലാ, സുബ്ഹാനല്ലാഹ് വളരെ നിസ്സാരമായ സമയം കൊണ്ട്, വളരെ കുറഞ്ഞ അധ്വാനം കൊണ്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ദിക്ർ. പക്ഷേ അതിൻ്റെ പ്രതിഫലത്തെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, അത് നാളെ മീസാനിനെ നിറക്കാൻ എളുപ്പമുള്ളത്, ആകാശഭൂമികൾക്കിടയിൽ നിറയുന്നത് എന്ന് അൽഹംദുലില്ലാ സുബ്ഹാനല്ലാഹ് എന്ന 2 ദിക്റിനെ കുറിച്ചും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി. നമ്മൾ പലപ്പോഴായി കേട്ടിട്ടുള്ള ദിക്റാണ് അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിനെക്കുറിച്ച് പറഞ്ഞ വാചകം അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് ഒരാൾ ഒരു തവണ ഭൂമി ലോകത്ത് വെച്ച് പറഞ്ഞാൽ യതനാഫസു അലൈഹാ ബിദ്ഉ വസലാസീന മലകൻ യബ്തദിറൂനഹാ അയ്യുഹും യക്തുബുഹാ അവ്വല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ആ ഒരു ദിക്ർ ഒരു തവണ പറഞ്ഞാൽ 30 ചില്ലാനം മലക്കുകൾ ആ നന്മ അവരിൽ ആര് ആദ്യം രേഖപ്പെടുത്തണമെന്ന വിഷയത്തിൽ മത്സരിച്ചു കൊണ്ടിരിക്കും എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലേ, ഭൂമി ലോകത്ത് വെച്ച് ഒരാൾ പറയുന്ന ദിക്റിൽ അതിന്റെ പ്രതിഫലം രേഖപ്പെടുത്താൻ ആകാശലോകത്ത് പടച്ചറബിനോട് സാമീപ്യം നേടിയ മുത്തഖറബീങ്ങളായ മലക്കുകൾ, 30 ചില്ലാനം മലക്കുകൾ മത്സരിക്കുന്നു നമ്മുടെ ഒരു നന്മ രേഖപ്പെടുത്താൻ. വളരെ നിസ്സാരമായി നമ്മൾ തള്ളിക്കളയും ദിക്റുകൾ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ ത്വയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് ഒരു തവണ പറയുമ്പോഴേക്ക് ആ നന്മ രേഖപ്പെടുത്താൻ മലക്കുകൾ മത്സരിക്കുന്നു. മാ ഹാദൽ കറം, എത്ര വലിയ ആദരമാണ്, എത്ര മാത്രം ഔദാര്യമാണ് നമ്മുടെ റബ്ബ് നമുക്ക് നൽകുന്നത്. പടച്ച റബ്ബ് അള്ളാഹുവിലേക്ക് നന്മയുടെ വാക്കുകൾ, നന്മയുടെ പ്രവർത്തനങ്ങൾ ഉയർത്തപ്പെടുമെന്ന് നബി സല്ലല്ലാഹു വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. ഇലൈഹി യസ്അദുൽ കലിമുത് തയ്യിബ് വൽ അമലുസ് സാലിഹ് യർഫഉഹു. നല്ല വാക്കുകൾ, നല്ല പ്രവർത്തനങ്ങൾ അത് പടച്ച റബ്ബിലേക്ക് ഉയർന്നു പോകുന്നതാണ്. നമ്മുടെ റബ്ബ് അത്രമാത്രം നമ്മോട് ഔദാര്യം കാണിക്കുന്നു. നാം പറയുന്ന ഒരു ചെറിയ ദിക്റിന്, ഒരു അൽഹംദുലില്ലക്ക്, ഒരു സുബ്ഹാനല്ലാഹ്ക്ക് നമുക്ക് അത്രമാത്രം പ്രതിഫലം. ജീവിതത്തിൽ ഒരുപാട് നന്മകൾ നമ്മൾ പലപ്പോഴും അതിൻ്റെ പ്രതിഫലം അറിയാതെ ചെയ്യാറുണ്ട്. നമ്മൾ ചെയ്യുന്ന നിത്യേന എന്നോണം ചെയ്യുന്ന പ്രവർത്തനങ്ങളാണ്. പക്ഷെ ഇതിന് എൻ്റെ റബ്ബ് ഒരുക്കി വെച്ച പ്രതിഫലം അത് വളരെ വലുതാണ് എന്ന് പലപ്പോഴും ഞാനും നിങ്ങളും ചിന്തിക്കാറില്ല. നമ്മളെന്നും ഒലുവെടുക്കുന്നവരാണ്. നമസ്കാരത്തിന് വേണ്ടി ഒലുവെടുക്കും, അതേപോലെ തന്നെ രാത്രി കിടന്നുറങ്ങാൻ വേണ്ടി ഒലുവെടുക്കാറുണ്ട്. പള്ളിയിലേക്ക് പ്രവേശിക്കുമ്പോഴൊക്കെ നമ്മൾ ഒലുവെടുത്താണ് കടന്നു ചെല്ലാറുള്ളത്. ഒരാൾ ഒലുവെടുക്കുന്നതിലൂടെ, ഞാനും നിങ്ങളും ഒലുവെടുക്കുന്നതിലൂടെ ഇതാ ഇങ്ങനെ ഒരു ഗുണം കൂടി അതിനുണ്ട് എന്ന് പലപ്പോഴും ചിന്തിക്കാറില്ല. ഇദാ തവല്ല അൽ അബ്ദുൽ മുസ്ലിം അവിൽ മുഅ്മിൻ, മുസ്ലിമായ ഒരു മനുഷ്യൻ വുളു ചെയ്താൽ ഫഗസ്സല വജ്ഹഹു ഖറജ മിൻ വജ്ഹിഹി കുല്ലു ഖതീഅത്തിൻ നളറ ഇലൈഹാ ബിഐനൈഹി മഅൽ മാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്, ഒരാൾ വുളു എടുക്കുമ്പോൾ മുഖം കഴുകുന്നതിലൂടെ അയാളുടെ കണ്ണുകൊണ്ട് അയാൾ നോക്കിയ തിന്മകൾ ആ വെള്ളമുറ്റി വീഴുന്നതോടുകൂടി അയാളുടെ ആ പാപങ്ങൾ പരിഹരിക്കപ്പെടുന്നു. കൈ കഴുകുന്നതോടുകൂടി കൈ കൊണ്ട് പ്രവർത്തിച്ച തിന്മകൾ മായ്ക്കപ്പെടുന്നു. കാലുകൾ കഴുകി ആ വുളുഇൽ നിന്ന് അയാൾ വിരമിക്കുന്നതോടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, ഹത്താ യഖ്റുജ നഖിയ്യൻ മിനദ് ദുനൂബ്. ആ വുളുഇൽ നിന്ന് അയാൾ വിരമിക്കുന്നത് പൂർണ്ണമായും പാപങ്ങളിൽ നിന്ന് മുക്തനായിക്കൊണ്ട്, നഖിയായി, ശുദ്ധനായിക്കൊണ്ടാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്താണ്. അല്ലേ, നമ്മളെന്നും വുളു എടുക്കാറുണ്ട്. ആ ഒരു പുണ്യം വുളുഇനുണ്ട് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കാറില്ല. വുളുഇന് ശേഷം നമ്മൾ പ്രാർത്ഥന നിർവഹിക്കാറുണ്ട്. ചിലർ ആ പ്രാർത്ഥന അവഗണിക്കും, അത് ശ്രദ്ധിക്കൂല. ചിലർ യാന്ത്രികമായി വുളുഇന് കഴിയുമ്പോൾ തന്നെ അങ്ങനെ മനസ്സുകൊണ്ട് പറയും. പക്ഷേ ചിലപ്പോൾ അത് മനസ്സ് തട്ടി ആയിക്കൊള്ളണമെന്നില്ല.
എന്നാൽ ആ പ്രാർത്ഥന, വുദൂഇന് ശേഷം ഒരാൾ നിർവഹിക്കുന്ന ആ പ്രാർത്ഥനയുടെ പ്രതിഫലം മറ്റൊരു നന്മക്കുമില്ലാത്തത്ര വലിയ ഒരു പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വിശദീകരിച്ചിട്ടുണ്ട്. മൻ തവദ്ദഅ ഫഅഹ്സനൽ വുദൂ സുമ്മ ഖാല അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഹ്ദഹു ലാ ശരീക ലഹു വഅഷ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ. ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുപോലെ വുദൂ ചെയ്തു, എന്നിട്ട് ഈ പ്രാർത്ഥന നിർവഹിച്ചു. അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹ്ഹിരീൻ എന്ന പ്രാർത്ഥന നിർവഹിച്ചു കഴിഞ്ഞാൽ ആദ്യ ഭാഗത്ത് ഷഹാദത്തിന്റെ വാക്യങ്ങളും പിന്നീട് പടച്ചവനെ പശ്ചാത്തപിക്കുന്ന ശുദ്ധി വൈവരിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ എന്നെ ഉൾപ്പെടുത്തണേ എന്ന ആ പ്രാർത്ഥന ഒരാൾ പ്രാർത്ഥിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ് ഫുതിഹതു ലഹു അബ്വാബുൽ ജന്നതി സമാനിയ, അയാൾക്ക് വേണ്ടി സ്വർഗ്ഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. സഹോദരങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കണ്ണും കണ്ടിട്ടില്ലാത്തത്, ഒരു കാതും കേട്ടിട്ടില്ലാത്തത്, വലാ ഖത്തറ ബിബാലി, ഒരു മനുഷ്യന്റെ മനസ്സിലും ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്തത്, അല്ലേ, സംഭവിക്കാത്തത്, ഇതുവരെ ഉണ്ടായിട്ടില്ലാത്തത്. പലതും നമ്മൾ സ്വപ്നം കാണാറുണ്ട്, പലതും നോവലുകളിലും കഥകളിലും ആളുകൾ എഴുതി പിടിപ്പിക്കാറുണ്ട്, ഇതുവരെ സംഭവിക്കാത്തത്. പക്ഷേ ഒരാളുടെ മനസ്സിലും ഭാവനയിൽ പോലും വന്നിട്ടില്ലാത്ത അനുഗ്രഹങ്ങൾ ഒരുക്കി വെച്ച സ്വർഗം, ആ സ്വർഗത്തിന്റെ 8 കവാടങ്ങളും ഫുതിഹതു ലഹു അബ്വാബു ജന്നതി സമാനിയ, സ്വർഗത്തിന്റെ 8 കവാടങ്ങളും തുറക്കപ്പെടുന്നു വുദൂഇന് ശേഷമുള്ള ഈ ദുആ നിർവഹിക്കുന്ന മനുഷ്യന് വേണ്ടി. ആ ഒരു ശ്രേഷ്ഠത, ആ ഒരു പ്രതിഫലം വളരെ നിസ്സാരമെന്ന് നമുക്ക് തോന്നുന്ന, പലപ്പോഴും നമ്മൾ അവഗണിക്കുന്ന, യാന്ത്രികമായി നമ്മളങ്ങനെ നിർവഹിക്കുന്ന ഈ ഒരു പുണ്യത്തിന് സഹോദരങ്ങളെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചിട്ടുണ്ട്. അതുമാത്രമല്ല, ജമാഅത്തായിട്ടുള്ള നമസ്കാരത്തിൽ, ഉറക്കെ ഓതുന്ന നമസ്കാരങ്ങളിൽ ഇമാമൻ ആമീൻ പറയുമ്പോൾ നമ്മളും ആമീൻ പറയാറുണ്ട്. വലദ്ദാലിൻ കഴിഞ്ഞിട്ട് ആമീൻ പറയുന്ന ആ ആമീൻ എന്ന ഏതാനും ഹർഫുകൾ, പദങ്ങൾ മാത്രമുള്ള ആ ഒരു ചെറിയ കലിമത്ത് നമ്മൾ പറയുമ്പോൾ നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട് എന്ന് പോലും നമ്മൾ ചിന്തിക്കാറില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, മൻ വാഫഖ തഅമീനുഹു തഅമീനൽ മലായിക ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. ആരുടെ ആമീനാണോ മലക്കുകളുടെ ആമീനുമായി യോജിച്ചു വന്നത്, അയാളുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെട്ടിരിക്കുന്നു. അല്ലേ, വളരെ കുറഞ്ഞ സമയത്ത്, വളരെ കുറഞ്ഞ സെക്കൻഡുകളിൽ നമ്മൾ പറയുന്ന ഒരു കലിമത്ത്, ഒരു വാചകം, ഇമാം ആമീൻ പറയുമ്പോൾ അതിൻ്റെ കൂടെ നമ്മളും ആമീൻ പറഞ്ഞ് അത് മലക്കുകളുടെ ആമീനുമായി യോജിച്ചാൽ ഇതാ നമ്മുടെ മുൻകഴിഞ്ഞ പാപങ്ങൾ പൊറുക്കപ്പെടുകയാണ്. വളരെ കുറഞ്ഞ സമയത്ത്, കുറഞ്ഞ വാക്യത്തിൽ നമ്മൾ നിർവഹിക്കുന്ന ആ ഒരു പുണ്യത്തിന് വലിയ പ്രതിഫലം നമുക്ക് ലഭിക്കുന്നു, നമ്മുടെ പാപമോചനത്തിനുള്ള അവസരം. പക്ഷേ ആളുകൾ അതിനെ അവഗണിക്കും, അത് നിസ്സാരമായി കാണും. ചിലർ ആമീൻ തന്നെ പറയില്ല, ചിലർ ആമീൻ അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ പറയില്ല, പറയേണ്ട സമയത്ത് പറയേണ്ട രൂപത്തിൽ അത് ചിലർ നിർവഹിക്കാറില്ല. എന്നാൽ അതിന് നമ്മുടെ പാപമോചനത്തിനുള്ള വഴി തുറന്നു തരുന്ന ഒരു പ്രവർത്തനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ സുന്നത്തായ നോമ്പുകളെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. യൗമു ആശൂറ, മുഹറം 9-ന്റെയും 10-ന്റെയും നോമ്പ് പ്രതിഫലാർഹമാണ്. മുഹറം 10-ന്റെ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യുകഫിറു സനാം, അത് ഒരു വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ്. അറഫ നോമ്പിനെ കുറിച്ച്, ദുൽഹിജ്ജ 9-ന്റെ അറഫ നോമ്പിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയത് യുകഫിറു സനതൈൻ, അത് 2 വർഷത്തെ പാപങ്ങൾക്കുള്ള പരിഹാരമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിർബന്ധ നോമ്പിന് അതിനേക്കാൾ പുണ്യമുണ്ട്. അതേപോലെ തന്നെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന തിങ്കൾ, അതേപോലെ തന്നെ വ്യാഴം ദിവസങ്ങളിലെ സുന്നത്ത് നോമ്പിന് അതിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യം വിശദീകരിച്ചിട്ടുണ്ട്. സഹോദരങ്ങളെ, ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഏതൊരു നന്മയാകട്ടെ, അതെത്ര നിസ്സാരമാകട്ടെ, ആ നന്മക്ക് പടച്ചറബ് അർഹമായ പ്രതിഫലം നൽകുന്നവനാണ്, നമ്മൾ വിചാരിക്കാത്തത്ര പ്രതിഫലം. فمن يعمل مثقال ذرة خيرا يرى ومن يعمل مثقال ذرة شرا يرى. ആരാണോ അണുത്തൂക്കം വളരെ നിസ്സാരമായ ഒരു നന്മ ചെയ്യുന്നത്, ആ നന്മയുടെ ഫലം അനുഭവിക്കാൻ അവന് സാധിക്കും. അത് തിന്മയാണെങ്കിൽ തിന്മയുടെ ഫലവും. സൂറത്തുൽ അഅറാഫ്, 7-ാമത്തെ സൂറത്ത്. അഅറാഫ് എന്ന പേര് ആ സൂറത്തിന് വരാനുള്ള കാരണം നമുക്കറിയാം. സ്വർഗത്തിലും നരകത്തിലുമല്ലാതെ ഒരു പ്രത്യേക സ്ഥലത്ത് എത്തിപ്പെടുന്ന ആളുകളെ കുറിച്ച്, അവരുടെ സംഭാഷണത്തെക്കുറിച്ച്, നരകക്കാരെയും സ്വർഗക്കാരെയും അഭിസംബോധന ചെയ്ത് അവർ സംസാരിക്കുന്ന സംസാരത്തെക്കുറിച്ച്
7-ാമത്തെ സൂറത്തിൻ്റെ സൂറത്തുൽ അഅറാഫിൻ്റെ ഭാഗത്ത് സൂചിപ്പിക്കുന്നുണ്ട്. തഫ്സീറുകളിൽ ആ ആളുകളെക്കുറിച്ച് അവരെന്തുകൊണ്ട് അവിടെ എത്തി എന്നതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ പ്രാമുഖ്യം നൽകി എടുത്തു പറഞ്ഞ അഭിപ്രായം അവരുടെ അമൽ, അവർ ദുനിയാവിൽ ചെയ്ത പ്രവർത്തനങ്ങൾ, അവരുടെ നന്മയും തിന്മയും തുല്യമായതുകൊണ്ടാണ് അവർ അവിടെ എത്തിയത് എന്നുള്ള വിശദീകരണം കാണാൻ കഴിയും. സഹോദരങ്ങളെ, ആഗ്രഹിച്ചു പോകും ഒരു നന്മയെങ്കിലും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിൽ, ഒരു അൽഹംദുലില്ലെങ്കിലും ഞാൻ കൂടുതൽ പറഞ്ഞിരുന്നുവെങ്കിൽ, ഒരു സുബ്ഹാനല്ലാഹ് പറയാൻ ദുനിയാവിലെ ജീവിതത്തിൽ ഞാൻ സമയം കണ്ടെത്തിയിരുന്നെങ്കിൽ ആ സ്വർഗക്കാരുടെ കൂടെയാകാൻ എനിക്ക് സാധിക്കുമായിരുന്നല്ലോ എന്നാഗ്രഹിച്ചു പോകുന്ന, പരലോകത്തെല്ലാവരും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന മീസാനിൽ നമ്മുടെ നന്മ തിന്മകൾ അളക്കുന്ന സമയത്ത് ഒരു ദിക്റെങ്കിലും കൂടുതൽ ഉണ്ടായിരുന്നെങ്കിലെന്ന് കൊതിച്ചു പോകുന്ന നിമിഷം വരാനുണ്ട്. ഫമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ. ചെറിയ നന്മയാണെങ്കിലും അതിൻ്റെ ഫലം അത് വല്ലാത്ത അനുഭവം നൽകുന്ന ഒരു രംഗം പരലോകത്ത് വരാനുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ അവരുടെ വീട്ടിലേക്ക് സാധുവായ ഒരു സ്ത്രീ സഹായം ചോദിച്ചു വന്നു, എന്തെങ്കിലും കഴിക്കാൻ തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹ നോക്കി വീട്ടിൽ അവിടെ ഒരു മുന്തിരിക്കൊല മാത്രമാണുള്ളത്. കൂടെ അവിടെ ആയിഷ റളിയല്ലാഹുവിൻ്റെ അടുത്ത് അയൽവാസിനികളായ കുറേ സ്ത്രീകളുമുണ്ട്. അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ ആ മുന്തിരിക്കൊലയിൽ നിന്ന് അല്പം മുന്തിരികളെടുത്ത് ആ സാധുവായ മിസ്കീനയായ ആ സ്ത്രീക്ക് നൽകി. അവർ തിരിച്ചുപോയി സന്തോഷത്തോടെ. അപ്പോൾ ചുറ്റുഭാഗത്തുള്ള ആ സ്ത്രീകൾ ഇങ്ങനെ കളിയാക്കി പറഞ്ഞു, ഒരു മുന്തിരിക്കൊലയിൽ നിന്ന് അല്പം മുന്തിരി മാത്രമല്ലേ നിങ്ങൾ നൽകിയത്, അതത്ര വലിയൊരു നന്മയൊന്നുമല്ല. അവർക്ക് നിങ്ങൾ ആ മുന്തിരിക്കൊല പൂർണ്ണമായി നൽകണം, അല്ലെങ്കിൽ അതിനേക്കാൾ ഒരു നന്മ നിങ്ങൾ ചെയ്യണമായിരുന്നു. ഇത് ചെറിയ കുറച്ച് മുന്തിരികളല്ലേ നിങ്ങൾ നൽകിയതെന്നത് അതിനെ കളിയാക്കി സംസാരിച്ചപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ അവരോട് തിരിച്ചു ചോദിച്ചു, തഅജബീന കം ഫീ ഹാദിഹിൽ ഹബ്ബാതി മിൻ മസാഖീലിൽ ഖൈർ. ഞാൻ ഈ ചെയ്ത പ്രവർത്തനത്തെ നിങ്ങൾ നിസ്സാരമാക്കുകയാണോ? ഞാൻ ഈ കൊടുത്ത മുന്തിരികൾ നാളെ നന്മയുടെ ത്രാസിൽ കനം തൂങ്ങുന്ന വലിയ നന്മകളായിരിക്കുമെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ആയിഷ റളിയല്ലാഹു അൻഹ തിരിച്ചു ചോദിക്കുകയാണ്. ജീവിതത്തിൽ ചെയ്യുന്ന വളരെ നിസ്സാരമെന്ന് തോന്നുന്ന നന്മയാണെങ്കിലും, വളരെ ചെറുത് എന്ന് നമുക്ക് തോന്നുന്ന പ്രവർത്തനമാണെങ്കിലും അതൊക്കെ ഉപകരിക്കുന്ന ഒരു രംഗം പരലോകത്ത് വരാനുണ്ട് എന്ന ബോധം ഒരു വിശ്വാസിക്ക് ഒരു നന്മയും നഷ്ടപ്പെടുത്താതെ ജീവിക്കാൻ അതിന് പ്രചോദനം നൽകും. ആ ഒരു ബോധം നമുക്കുണ്ടെങ്കിൽ, എൻ്റെ റബ്ബ് ഞാൻ ചെറുത് ചെയ്താലും എത്ര നിസ്സാരമെന്ന് തോന്നുന്ന പ്രവർത്തനത്തിലും അർഹമായ പ്രതിഫലം നൽകാൻ കഴിവുള്ളവനാണ് എന്ന തിരിച്ചറിവ് സഹോദരങ്ങൾ ഒരു വിശ്വാസിക്കുണ്ടാകണം. ഈ നന്മകളൊക്കെ നമുക്ക് ഉപകരിക്കണമെങ്കിൽ, അതിന് ചെറുതാകട്ടെ വലുതാകട്ടെ, പരലോകത്ത് ആ നന്മക്ക് പ്രതിഫലം ലഭിക്കണമെങ്കിൽ സഹോദരങ്ങളെ നമ്മുടെ വിശ്വാസം നന്നാവണം. പടച്ചറബിലൂടെ അടിയുറച്ച വിശ്വാസം, ആദർശനിഷ്ഠ ജീവിതത്തിൽ ഇല്ലാത്തവർക്ക് അതിന് വലിയ നന്മയാണെങ്കിലും, ഒരുപാട് കാശും പരിശ്രമവും അധ്വാനവും കൊണ്ട് നിർവഹിക്കുന്ന വലിയ നന്മയാണെങ്കിലും, വളരെ ചെറിയ നന്മയാണെങ്കിലും ശരി, പരലോകത്ത് ഉപകരിക്കണമെങ്കിൽ നമ്മുടെ അടിത്തറ അത് ശുദ്ധമാകണം. ലാ അജ്റുൻ ബിലാ തൗഹീദ്. തൗഹീദ് അടിയുറക്കാതെ ഒരിക്കലും പ്രതിഫലമില്ല. ലിഅന്നൽ അസാസ മൗജൂദ് ഫൽ ബിനാഉ അലൈഹി സഹൽ. ഫൗണ്ടേഷൻ ക്ലിയർ ആണെങ്കിൽ, അടിത്തറ ഭദ്രമാണെങ്കിൽ അതിനു മുകളിൽ ഉണ്ടാക്കുന്ന കെട്ടിടത്തിന് ഉറപ്പുണ്ടാകും. അടിത്തറ ഭദ്രമാകാതെ മുകളിലേക്ക് എത്ര കരുത്തുള്ള ചുമരുകൾ വെച്ച് ബിൽഡിംഗ് പടുത്തുയർത്തിയാലും അതിന് ഉറപ്പുണ്ടായിക്കൊള്ളണമെന്നില്ല. സഹോദരങ്ങളെ, ആദർശ നിഷ്ഠയുള്ളവർക്ക്, വിശ്വാസത്തിൽ കളങ്കമില്ലാത്തവർക്ക് പടച്ചറബ് പ്രതിഫലം നൽകും. കാരണം ലിഅന്ന സൽഅത്തല്ലാഹി ഗാലിയ, പടച്ചറബിൻ്റെ പ്രതിഫലം മൂല്യമാണ്, അതൊരിക്കലും നിസ്സാരമല്ല. അള്ളാഹു ഒരുക്കി വെച്ചത് സ്വർഗമാണ്. ലാ യുഅ്തീഹാ ലികാഫിരിൻ വലാ മുശ്രിക്. അതൊരിക്കലും ഒരു കാഫിറിനും ഒരു ബഹുദൈവ വിശ്വാസിക്ക് പടച്ചറബ് നൽകുകയില്ല. അതുകൊണ്ട് ഏത് പ്രവർത്തനമാണെങ്കിലും അത് ചെറുതാകട്ടെ വലുതാകട്ടെ അതിന് പടച്ചറബിൻ്റെ അടുക്കൽ ഉപകാരമുണ്ടാവണമെങ്കിൽ നമ്മുടെ വിശ്വാസം അത് കൃത്യമാകണം. വിശുദ്ധ ഖുർആൻ വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തിയ സംഗതി, ദുനിയാവിൽ അള്ളാഹു തന്നെ ഇല്ല എന്ന് വിശ്വസിച്ച് ജീവിക്കുന്നവർ, പടച്ചറബിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ ഒരുപാട് നന്മകൾ ചെയ്യാറുണ്ട്, ഒരുപാട് നന്മകൾ കാത്തു സൂക്ഷിക്കാറുണ്ട്. പക്ഷേ അവരുടെ പ്രവർത്തനത്തെക്കുറിച്ച് സൂറത്തുൽ ഫുർഖാനിൻ്റെ 23-ാമത്തെ വചനത്തിൽ വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്, വഖദിംനാ ഇലാ മാ അമിലൂ മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവരുടെ പ്രവർത്തനം അത് പരലോകത്ത് ചിതറിയ ധൂളികളാക്കി പടച്ചറബ് മാറ്റുമെന്നാണ് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത്. മരുഭൂമിയിലൂടെ സഞ്ചരിക്കുന്ന മനുഷ്യൻ
വല്ലാത്ത ദാഹവും വിശപ്പും കാരണം ദൂരെ മരുപ്പച്ചയും വെള്ളവുമുണ്ടെന്ന് പ്രതീക്ഷിക്കുന്നു. ആ മരുപ്പച്ച പ്രതീക്ഷിച്ച് വെള്ളമുണ്ടെന്ന പ്രതീക്ഷയോടെ കടന്നു ചെല്ലുന്ന മനുഷ്യൻ അവിടെ ഒന്നും കണ്ടെത്തുകയില്ല. അതുപോലെ ദുനിയാവിൽ അള്ളാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവർ ഒരുപാട് നന്മകൾ കാത്തു സൂക്ഷിച്ചിട്ടുണ്ടെങ്കിലും ശരി, പരലോകത്ത് അവർക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ച് കടന്നു ചെന്നാലും അതവർക്ക് കണ്ടെത്താൻ സാധ്യമല്ല. അപ്പോൾ ചെറുതും വലുതുമാകട്ടെ നന്മയുടെ പ്രവർത്തനത്തിന് പടച്ചിറപ്പിൻ്റെ അടുക്കൽ പ്രതിഫലത്തിന് മാനദണ്ഡമുണ്ട്. അത് വിശ്വാസം കൃത്യമാകണം. രണ്ടാമത്തത്, അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച രൂപത്തിലാകണം. അത് എത്ര ചെറുതാകട്ടെ വലുതാകട്ടെ, പ്രവർത്തനത്തിൻ്റെ വലുപ്പ ചെറുപ്പത്തിലല്ല പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത്. പ്രവർത്തനം പ്രവാചകൻ പഠിപ്പിച്ച രൂപത്തിലാണോ എന്നത് പരിശോധിച്ചിട്ടാണ്. നമ്മൾ സുബഹിക്ക് മുമ്പ് നിർവഹിക്കുന്ന 2 റക്അത്ത് സുന്നത്ത് നമസ്കാരം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ നമസ്കാരത്തിന്റെ പ്രതിഫലത്തെക്കുറിച്ച് വിശദീകരിച്ചു. റക്അത്ത് അൽ ഫജ്രി ഖൈറും മിനദ് ദുനിയ വമാ ഫീഹാ. സുന്നത്ത് നമസ്കാരം, സുബഹിക്കുമ്പുള്ള 2 റക്അത്ത്, ആ സുന്നത്തായ നമസ്കാരം ആകാശത്തും ഭൂമിക്കും ഇടയിലുള്ള സർവവും ലഭിക്കുന്നതിനേക്കാൾ, ദുനിയാവിലുള്ള സർവവും ലഭിക്കുന്നതിനേക്കാൾ പുണ്യകരമാണ്. പക്ഷേ അത്ര പുണ്യം വിശദീകരിച്ച ആ സുന്നത്ത് നമസ്കാരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറ്റ് സുന്നത്ത് നമസ്കാരങ്ങളെക്കാൾ ചുരുക്കിയാണ് നമസ്കരിച്ചത്. 1-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ കാഫിറൂൻ, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇഖ്ലാസ്, ഖുൽ ഹുവല്ലാഹു അഹദും ഓതിയിട്ടാണ് ആ സുന്നത്ത് നമസ്കാരം നമസ്കരിച്ചത്. അപ്പോൾ വളരെ ചുരുക്കി നമസ്കരിച്ചു. അലല്ലാത്ത നമസ്കാരങ്ങളിൽ ദീർഘമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതിയിട്ടുണ്ട്. പക്ഷെ വലിയ പുണ്യം വിശദീകരിച്ച ഒരു പ്രവർത്തനമാണത്. അതേപോലെ തന്നെ തിരിച്ച് വെള്ളിയാഴ്ച ദിവസത്തിൽ സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 1-ാമത്തെ റക്അത്തിൽ പാരായണം ചെയ്തത് 32-ാമത്തെ സൂറത്തു സജദ, 2-ാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ, സൂറത്തു ദഹർ, അല്ലാ തആലൽ ഇൻസാൻ എന്ന സൂറത്ത് അല്ലേ. സൂറത്തു സജദ ഏകദേശം 2.5 പേജോളം ഉണ്ട്. സൂറത്തുൽ ഇൻസാൻ ഏകദേശം 1.5 പേജോളം ഉണ്ട്. അത് പൂർണ്ണമായി ഓതിയാൽ അത്യാവശ്യം സമയമെടുക്കും സുബഹി നമസ്കാരത്തിന്. എന്നാൽ മറ്റു സൂറത്തുകൾ ഓതി നമസ്കരിക്കുന്നതിനേക്കാൾ പുണ്യം ആ സൂറത്തുകൾ ഓതി നമസ്കരിക്കുന്നതിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച സുന്നത്ത് സ്വീകരിക്കുന്നു എന്നതുകൊണ്ട്. അപ്പോൾ പ്രവർത്തനത്തിന്റെ വലുപ്പത്തിലല്ല, നിർവഹിക്കുന്ന പ്രവർത്തനത്തിന്റെ വലുപ്പ ചെറുപ്പത്തിലല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് എങ്ങനെയോ അതുപോലെ നിർവഹിക്കുന്നതിനാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രവർത്തനത്തിന് നന്മക്ക് പ്രതിഫലം നിശ്ചയിക്കപ്പെടുന്നത്. നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ച മറ്റൊരു സംഗതി, ബലികർമ്മം നിർവഹിക്കാറുണ്ട് ബലിപെരുന്നാൾ ദിവസം. ആ ഉലൂഹിയത്തിന്റെ മാംസത്തിൽ നിന്ന് അല്പമെങ്കിലും കഴിച്ചതിന് ശേഷം ദാനം ചെയ്യുന്നതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പുണ്യമുള്ളതായി വിശദീകരിച്ചത് അല്ലേ. അല്പമെങ്കിലും കഴിച്ചുകൊണ്ട് അത് ദാനം ചെയ്യുക. ഒരാൾ വിചാരിക്കുകയാണ്, ഞാൻ ഈ ബലിമൃഗത്തിൽ നിന്ന് പൂർണ്ണമായി ദാനം ചെയ്യാണ്, ഞാൻ അതിൽ നിന്ന് തീരെ എടുക്കുന്നില്ല, അതിനെനിക്ക് കൂടുതൽ പുണ്യം കിട്ടുമെന്ന് അയാൾ പ്രതീക്ഷിക്കും. പക്ഷേ അതിൽ നിന്ന് അല്പമെങ്കിലും എടുത്ത് ദാനം ചെയ്യുന്നതിന് അതിനാണ് കൂടുതൽ പുണ്യമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിക്കുകയാണ്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച രൂപത്തിൽ ചെയ്യുമ്പോഴാണ് സഹോദരങ്ങളെ നമ്മൾ ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കുന്ന നന്മക്ക്, അതെത്ര നിസ്സാരമാകട്ടെ വലുതാകട്ടെ, ഏറെ അധ്വാനമുള്ളതാകട്ടെ കാശു ചെലവുള്ളതാകട്ടെ, അതിന് പ്രതിഫലം ലഭിക്കുന്നത്. ഒരുപാട് നന്മകൾ ജീവിതത്തിൽ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റിയതുണ്ട്. പാപമോചനത്തിന്, പടച്ചിറപ്പിൻ്റെ അടുക്കൽ പ്രതിഫലം ലഭിക്കാൻ, ജീവിതത്തിൽ അള്ളാഹുവിൻ്റെ മഹബത്ത് കിട്ടാനുള്ള ഒരുപാട് വഴികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാൻ നമ്മൾ ജീവിതത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടിട്ടില്ല. സ്വഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടു ജീവിച്ചവരാണ്. നമസ്കാരത്തിൽ, ജമാഅത്ത് നമസ്കാരത്തിൽ 1-ാമത്തെ സൊഫിന്റെ വലതുഭാഗത്ത് തന്നെ സ്ഥലം പിടിക്കാൻ വാശി പിടിച്ചവരായിരുന്നു സ്വഹാബത്ത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സലാം വീട്ടുമ്പോൾ ആ മുഖം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിക്കുമ്പോൾ എൻ്റെ മുഖത്തേക്കാകട്ടെ ആദ്യമെന്ന് ആഗ്രഹിച്ചിരുന്ന സ്വഹാബത്ത് നമ്മൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്തവരാണ്. എന്നാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കാണാനും പ്രവാചകന്റെ കൂടെ സ്വർഗ്ഗത്തിൽ ഒരുമിക്കാനുമുള്ള ഒരുപാട് നന്മകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലദീ യക്ഫുലു യതീമൻ ലഅന വകാഫിലുൽ യതീമി ഫിൽ ജന്നതി ഹക്കദാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചൂണ്ടുവിരലും തള്ളവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട്, ചൂണ്ടുവിരലും നടുവിരലും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പറഞ്ഞു, യതീമിനെ സംരക്ഷിക്കുന്നവനും ഞാനും സ്വർഗ്ഗത്തിൽ ഇപ്രകാരമാണ്. ആയുസിൽ അഭിവൃദ്ധി ഉണ്ടാകണം, ഉപജീവനം വിശാലമാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ സിൽ റഹിമക്, നിന്റെ കുടുംബ ബന്ധം പുലർത്തണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തി അല്ലേ. സൗകര്യങ്ങൾ ഉണ്ടായപ്പോൾ ആദ്യമുണ്ടായിരുന്നത് പോലെയുള്ള ബന്ധങ്ങൾ നമുക്ക് കാണാൻ കഴിയില്ല. ഒന്നിലധികം മൊബൈലുകൾ ഉള്ളവരാണ് നമ്മൾ അല്ലെ, ഒരുപാട് വാഹന സൗകര്യങ്ങളും മറ്റൊക്കെ ഉള്ളവരാണ് നമ്മൾ. പക്ഷേ ബന്ധങ്ങൾ ചുരുങ്ങിക്കൊണ്ടിരിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപജീവനം വിശാലമാകാൻ റിസ്ക് തേടിക്കൊണ്ടാണ് നമ്മൾ ഈ നാട്ടിലെത്തിയത്. അതിന് ഏറ്റവും നല്ല മാർഗമായി പഠിപ്പിച്ച നന്മയാണത്. അതേപോലെ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, അള്ളാഹുവിൻ്റെ സംരക്ഷണം,
രാവിലെ മുതൽ വൈകുന്നേരം വരെ അള്ളാഹുവിൻ്റെ സംരക്ഷണം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ ജമാഅത്തായി സുബഹി നമസ്കരിക്കുക എന്ന് വിശദീകരിച്ചു. രാത്രി മുതൽ നേരം പുലരുവോളം പടച്ചറബിന്റെ ഹറാസത്ത്, അള്ളാഹുവിൻ്റെ ദിമ്മത്ത്, സംരക്ഷണം ലഭിക്കണമെന്ന് നിങ്ങൾ കൊതിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഇശാ ജമാഅത്തായി നമസ്കരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. തുരീദു അൻ തുസല്ലി അലൈക്കൽ മലായിക, മലക്കുകൾ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മേൽ സ്വലാത്തിനെ വർദ്ധിപ്പിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂചിപ്പിച്ചു. അല്ലേ, പ്രവാചകൻ പഠിപ്പിച്ച മറ്റനവധി സുന്നത്തുകളുണ്ട്, നന്മകളുണ്ട്. പള്ളിയിൽ നമസ്കാരത്തെ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയം അത്രയും നമ്മുടെ പാപമോചനത്തിന് വേണ്ടി മലക്കുകൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. തുരീദു ഖസ്റൻ ഫിൽ ജന്ന, നീ സ്വർഗ്ഗത്തിൽ ഒരു കൊട്ടാരം ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇഖ്റ ഖുൽ ഹുവല്ലാഹു അഹദ് അശറ മർറാത്തിൻ യുബ്നാ ലക ഖസ്റുൻ ഫിൽ ജന്ന. സൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് നീ ദിവസവും 10 തവണ പാരായണം ചെയ്യുക, എങ്കിൽ സ്വർഗത്തിൽ ഒരു കൊട്ടാരം നിനക്ക് വേണ്ടി പണിയിക്കപ്പെടുമെന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സൂചിപ്പിച്ചു. ഒരുപാട് നന്മകൾ നമ്മൾ നിസ്സാരമായി തള്ളിക്കളയുന്നത്, നമ്മുടെ കയ്യിൽ കൊണ്ടു നടക്കുന്ന മൊബൈലുകളിൽ നമുക്ക് ഫീഡ് ചെയ്തു വെക്കാൻ പറ്റുന്ന ഒരുപാട് നന്മയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കൈ മുന്നിലുണ്ടായിട്ടും പലപ്പോഴും നമ്മൾ അതിനെ അവഗണിക്കും, നിസ്സാരമായി കളയും. ഒരു അൽഹംദുലില്ലയുടെ വില, ഒരു സുബ്ഹാനല്ലാഹയുടെ ദിക്റിന്റെ വില, അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ഫീഹി എന്ന് പറയുന്നതിന്റെ മഹത്വം അതറിഞ്ഞാലും പലപ്പോഴും നമ്മൾ അവഗണിക്കുന്നു. വമയ്യഅമൽ മിസ്ഖാല ദർറത്തിൻ ഖൈറൻ യറ, നമുക്ക് ആവശ്യം വരുന്ന ഒരു അണുത്തൂക്കം നന്മയെങ്കിലും കൂടുതൽ എനിക്കുണ്ടായിരുന്നെങ്കിലെന്ന് നമ്മൾ കൊതിക്കുന്ന നിമിഷം, നമ്മൾ പരിതപിക്കുന്ന നിമിഷങ്ങൾ സഹോദരങ്ങളെ വരാനുണ്ട്. നന്മ ചെയ്യാനുള്ള മനസ്സുണ്ടാവണമെങ്കിൽ, നന്മകളിലേക്ക് കൂടുതൽ അടുക്കാനും അതിന് സമയം കണ്ടെത്താനുമുള്ള ആവേശവും ആർജവവും നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിൽ ഈ ദുനിയാവിനെ കുറിച്ച് കൃത്യമായൊരു കാഴ്ചപ്പാട് വേണം. ദുനിയാവ് തന്നെയാണ് എല്ലാം. ഇതിപ്പോൾ ഞാൻ ഒരുങ്ങിയിട്ടില്ലെങ്കിൽ ഒന്നും കിട്ടൂല എന്ന് വിചാരിച്ച് ജീവിക്കുന്നവർക്ക് നന്മ ചെയ്യാൻ സമയം ഉണ്ടാവില്ല. അവർ ദുനിയാവിന് വേണ്ടിയുള്ള നെട്ടോട്ടത്തിലായിരിക്കും, അതിനു വേണ്ടിയുള്ള പരിശ്രമത്തിലായിരിക്കും. അവർക്കൊന്നിനും സമയമുണ്ടാവില്ല. മറിച്ച് ദുനിയാവെന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് സമയമേ ഉള്ളൂ, വളരെ കുറച്ച് കാലം അത് നിലനിൽക്കൂ എന്ന തിരിച്ചറിവാണ് ഒരു വിശ്വാസിക്ക് ഉണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ആൽ ഇംറാനിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഓർമ്മപ്പെടുത്തി, ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ് മതാഉൻ ഖലീലു സുമ്മ മഅവാഹും ജഹന്നം വബിഅ്സൽ മിഹാദ്. ലാ യഗുറന്നക തഖല്ലുബുൽ ലദീന കഫറൂ ഫിൽ ബിലാദ്. അവിശ്വാസികൾ, പടച്ചറബിനെ ധിക്കരിച്ച് ജീവിക്കുന്നവർ, അവർക്ക് ഒരുപാട് സൗകര്യങ്ങൾ ഉണ്ടാകും, പല നേട്ടങ്ങളുണ്ടാകും, നമുക്കൊന്നും കിട്ടാത്ത പല ഐശ്വര്യങ്ങൾ അവർക്കുണ്ടാകും. അത് കാണുമ്പോൾ ദുനിയാവിൻ്റെ പളവളപ്പ് കണ്ട് നീ വഞ്ചിതനാകേണ്ടതില്ല. അതൊക്കെ മതാഉൻ ഖലീൽ, അല്പസമയം മാത്രമുള്ള സുഖങ്ങളാണ്. വബിഅ്സൽ മിഹാദ്, ഇനി അവർക്ക് വരാനുള്ളത് തുമ്മ മഅവാഹും ജഹന്നം, നരകമാണ്, മോശമായ സങ്കേതമാണ്. വിശുദ്ധ ഖുർആൻ ദുനിയാവിനെ കുറിച്ച് നമുക്ക് ഓർമ്മപ്പെടുത്തി തന്നു. ദുനിയാവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ, ദുനിയാവിനെ കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ഒരു വിശ്വാസിക്ക് നന്മകൾ ജീവിതത്തിൽ നിർവഹിക്കാൻ ആവേശമുണ്ടാകും. വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തി സൂറത്തുൽ ഹദീദിലൂടെ, اعلموا أنما الحياة الدنيا لعب ولهو وزينة وتفاخر بينكم وتكاثر في الأموال والأولاد كمثل غيث أعجب الكفار نباته ثم يهيج فتراه مصفرا ثم يكون حطاما وفي الآخرة عذاب شديد ومغفرة من الله ورضوان وما الحياة الدنيا إلا متاع الغرور يعلموا أنما الحياة الدنيا لعب ولهو. നിങ്ങൾ മനസ്സിലാക്കുക, ദുനിയാവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് കളിയാണ്, വിനോദമാണ്, അലങ്കാരമാണ്, പരസ്പരം നിങ്ങൾ പെരുമ നടിക്കലാണ്, ഫഖർ കാണിക്കലാണ്, പ്രൗഢി കാണിക്കലാണ്. വിശുദ്ധ ഖുർആൻ ദുനിയാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ചില വാചകങ്ങളാണ്. സഹോദരങ്ങളെ, ആ വാക്യങ്ങൾ ഓരോന്നും തഫ്സീറുകൾ വിശദീകരിച്ചിട്ടുണ്ട്. ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് കളിയാണ്. ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 10-12 വയസ്സുവരെയുള്ള ഒരു കുട്ടിക്ക് ദുനിയാവെന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ച് വെറും കളി മാത്രമാണ്, വേറൊന്നും അവൻ്റെ മുന്നിൽ ചിന്ത ഉണ്ടാവില്ല. രാവിലെ ഭക്ഷണം കഴിച്ചിട്ടുണ്ടാവില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കേണ്ട സമയം കഴിഞ്ഞിട്ടുണ്ടാകും, എന്നാലും ആ കുട്ടി കളിക്കുകയായിരിക്കും. മറ്റൊന്നും ആ കുട്ടിയുടെ മുന്നിൽ ചിന്തയായി കടന്നു വരില്ല. സൗദിയിൽ കഴിഞ്ഞ വർഷം ഒരു പിതാവിനെ 8 വയസ്സുള്ള കുട്ടി വെടിവെച്ചു കൊല്ലുകയാണ് പിതാവിൻ്റെ തോക്ക് കൊണ്ട്. വളരെ നിസ്സാരമായ വിഷയം, പക്ഷേ കുട്ടിയുടെ മുന്നിൽ അതാണ് ദുനിയാവ്. പ്ലേ സ്റ്റേഷൻ എന്ന വീഡിയോ ഗെയിം താൻ ഉദ്ദേശിച്ച വേർഷൻ അല്ല തൻ്റെ പിതാവ് വാങ്ങിത്തന്നത് എന്നതുകൊണ്ട് സ്വന്തം പിതാവിനെ തോക്കുകൊണ്ട് വെടിവെച്ചു കൊല്ലുകയാണ്. ഈ പിതാവ് മരിച്ചാൽ
എനിക്ക് സംരക്ഷണം നൽകാൻ ഒരു പിതാവില്ല എന്ന് ചിന്തിക്കാൻ മാത്രം ദുനിയാവിനെ കുറിച്ച് അവൻ മനസ്സിലാക്കിയിട്ടില്ല. ഈ പിതാവ് നഷ്ടപ്പെട്ടാൽ ഞാൻ അനാഥനാകുമെന്ന് ചിന്തിക്കാൻ അവൻ്റെ മുന്നിൽ ദുനിയാവിനെ കുറിച്ച് ഗൗരവമായ ചിന്തകൾ വന്നിട്ടില്ല. അവന് ദുനിയാവ് എന്ന് പറഞ്ഞാൽ പ്ലേ സ്റ്റേഷൻ എന്ന ആ വീഡിയോ ഗെയിം മാത്രമാണ്. 13 വയസ്സുവരെ മുതലുള്ള ടീനേജ് പ്രായത്തിലേക്ക് കടന്നാൽ ഒരു ആണിനും പെണ്ണിനും ദുനിയാവ് എന്ന് പറഞ്ഞാൽ അത് ലഹുവായി, വെറും കളി എന്നതിൽ നിന്ന് അത് എൻ്റർടൈൻമെൻ്റായി ഒരു വിനോദമായി മാറി അതിനുവേണ്ടി സമയം ചെലവഴിക്കുന്ന, അതിൻ്റെ മുന്നിൽ മറ്റെല്ലാം മാറ്റിവെക്കുന്ന ഒരു അവസ്ഥയിലേക്ക് അവനെത്തും. അതുകൂടി കഴിഞ്ഞൊരു യുവത്വത്തിലേക്ക് കടന്നാൽ ഖുർആൻ പരിചയപ്പെടുത്തി വസീനത്തുൻ, ദുനിയാവ് എന്ന് പറഞ്ഞാൽ അലങ്കാരമാണ്. ആണിനും പെണ്ണിനും യുവത്വ പ്രായത്തിലെത്തിക്കഴിഞ്ഞാൽ അതുവരെ തൻ്റെ മുഖം അത്ര വൃത്തിയുണ്ടോ എന്നും നോക്കാത്ത, തൻ്റെ വസ്ത്രം എത്ര മോഡലാണ് എന്നൊന്നും ചിന്തിക്കാത്ത ഒരു കുട്ടി പിന്നീട് അവിടുന്ന് അങ്ങോട്ട് തൻ്റെ ബ്യൂട്ടിക്ക് വേണ്ടി, സൗന്ദര്യവൽക്കരണത്തിന് വേണ്ടി സമയം ചെലവഴിക്കുന്ന, അതിന് കാശ് ചെലവഴിക്കുന്ന അവസ്ഥയിലെത്തും. ഖുർആൻ പരിചയപ്പെടുത്തി അടുത്ത സ്റ്റേജ് വതഫാഖുറും ബൈനക്കും, വിവാഹപ്രായം കഴിഞ്ഞ് കുടുംബമായി കുട്ടികളൊക്കെ ചെറിയ പ്രായത്തിലെത്തിയ ഒരു മധ്യവയസ്കനെ സംബന്ധിച്ചിടത്തോളം ദുനിയാവ് കുറേ പ്രൗഢിയാണ്. കാശ് കടം വാങ്ങിയാണെങ്കിലും വീട് മോടി പിടിപ്പിക്കും, നല്ല മോഡൽ വാഹനമുണ്ടായിരിക്കും, ലേറ്റസ്റ്റ് മൊബൈൽ ഉണ്ടാകും, അതിനുവേണ്ടി ഒരുപാട് സമയം ചെലവഴിക്കും, പ്രൗഢിക്ക് വേണ്ടി ഒരുപാട് കാശ് വലിച്ചെറിയും. ദുനിയാവെന്ന് പറഞ്ഞാൽ കുറേ ആളുകളെ കാണിക്കാൻ വേണ്ടിയാകും. അതുകൂടി കഴിഞ്ഞ മനുഷ്യൻ്റെ അവസാനത്തെ സ്റ്റേജ് വതകാസുറും ഫിൽ അംവാലി വൽ ഔലാദ്, അല്ലെ? മക്കളൊക്കെ വലുതായി, അവരൊക്കെ കുടുംബമായി പല സ്ഥലത്തും ജോലിയായി കഴിഞ്ഞാൽ പിന്നെ പിതാവിന് പറയാനുള്ളത് തൻ്റെ മക്കളെക്കുറിച്ചുള്ള അഭിമാനമാണ്. എൻ്റെ മകന് ഇത്ര ലക്ഷം രൂപ സാലറി ഉണ്ട്, അവൻ അമേരിക്കയിലാണ് ജോലി, എൻ്റെ മക്കളൊക്കെ നല്ല നിലയിലാണ്. ഇങ്ങനെ പലതും തൻ്റെ വരുമാനങ്ങളെക്കുറിച്ച്, തൻ്റെ മക്കളെക്കുറിച്ച് മറ്റുള്ളവരോട് പറഞ്ഞു നടക്കുന്നത് ഒരു സന്തോഷമായി, ഒരു മാനസികോല്ലാസമായി കാണുന്ന ഒരു അവസ്ഥയിലേക്ക് മനുഷ്യനെത്തും. വിശുദ്ധ ഖുർആൻ മനുഷ്യൻ്റെ ദുനിയാവിനോടുള്ള സമീപനം അവിടെ വിശദീകരിച്ചു തരികയാണ്. എന്നിട്ടൊരു ഉപമയിലൂടെ വിശദീകരിച്ചു. ഒരു കർഷകൻ ഒരുപാട് നാൾ പ്രയാസത്തോടെ ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. കൃഷിക്ക് വെള്ളം കിട്ടാതെ പ്രയാസപ്പെടുന്നു. അവസാനം നല്ലൊരു മഴ കിട്ടി. താൻ വിത്തിറക്കിയ വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ചു വന്ന് അതിങ്ങനെ ഫതറാഹു മുസ്ഫറ, വിളഞ്ഞ് അതിങ്ങനെ പാകമായി, ഗോതമ്പോ നെല്ലോ ആകട്ടെ അത് മഞ്ഞ നിറം പൂണ്ട് കൊയ്തെടുക്കാൻ സമയമായി. പിന്നീട് സുമ്മ യകൂനു ഹുതാമ, പിന്നീട് അത് പെട്ടെന്ന് നുരുമ്പിപ്പോകുന്നത് പോലെ ദുനിയാവിലെ ഐശ്വര്യങ്ങൾ, ദുനിയാവിലെ സുഖസൗകര്യങ്ങൾ അതിതാ ആ പടവളപ്പുകളൊക്കെ പെട്ടെന്ന് അവസാനിക്കും. വഫിൽ ആഖിറതി അദാബുൻ ഷദീദ് വമഗ്ഫിറത്തും മിനല്ലാഹി വരിദ്വാൻ, നന്മ ചെയ്ത് ജീവിച്ചവർക്ക് പരലോകത്ത് പടച്ച റബ്ബിന്റെ പ്രതിഫലമുണ്ട്. അള്ളാഹു നൽകിയ ആയുസ്സിനെ വെറുതെ നശിപ്പിച്ചു കളഞ്ഞവർക്ക് അവർക്ക് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. സഹോദരങ്ങളെ, ദുനിയാവ് എന്താണെന്ന് തിരിച്ചറിഞ്ഞാൽ നന്മ ചെയ്യാൻ നമുക്ക് സമയമുണ്ടാകും. മഹാനായ ഹസനുൽ ബസരി റഹിമഹുല്ലാ, അദ്ദേഹം ദുനിയാവിനോട് വിരക്തി കാണിച്ച് ജീവിച്ചിരുന്ന മനുഷ്യനായിരുന്നു. അദ്ദേഹത്തോട് ചോദിച്ചു, എങ്ങനെയാണ് നിങ്ങൾക്ക് ഇങ്ങനെ ജീവിക്കാൻ സാധിക്കുന്നത്? അദ്ദേഹം പറഞ്ഞ 4 മറുപടികളുണ്ട്. ഒന്ന്, അലിംതു അന്ന റിസ്ഖി ലാ യഖുദു ഗൈരി, എനിക്കല്ലാഹ് നിശ്ചയിച്ചു തന്ന ഉപജീവനം, എൻ്റെ റിസ്ഖ് അതൊരാളും കൊണ്ടുപോവുകയില്ല എന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഫത്മ അന്ന ഖൽബി, എൻ്റെ മനസ്സിന് ആശ്വാസമായി. അള്ളാഹു നിശ്ചയിച്ച റിസ്ഖ്, ഞാൻ നിങ്ങളും മാതാവിൻ്റെ ഗർഭാശയത്തിൽ 4 മാസം തികയുന്ന സമയത്ത്, അവിടെ ആ 4 മാസം തികയുന്ന സന്ദർഭത്തിൽ ഒരു മലക്കിനെ നിശ്ചയിക്കപ്പെടും. എന്നിട്ട് 4 കാര്യങ്ങൾ കൽപ്പിക്കപ്പെടുമെന്ന് വിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അതിലൊന്ന് രേഖപ്പെടുത്തപ്പെടുന്ന നമ്മുടെ റിസ്ഖാണ്. അയാൾക്കുള്ള, എനിക്കും നിങ്ങൾക്കുമുള്ള ഉപജീവനം ഞാനും നിങ്ങളും നമ്മുടെ ഉമ്മയുടെ ഗർഭാശയത്തിൽ നിന്ന് പുറത്തു വരുന്നതിന് മുമ്പ് അള്ളാഹു നിശ്ചയിച്ചു വെച്ചിട്ടുണ്ട്. അതൊരാളും കൊണ്ടുപോവുകയില്ലെന്ന് തിരിച്ചറിഞ്ഞാൽ മനസ്സിന് സമാധാനം ഉണ്ടാകും. അലിംതു അന്ന അമലി ലാ യഖൂമു ബിഹി ഗൈരി, ഞാൻ ചെയ്യേണ്ട പണി അത് മറ്റൊരാൾ ചെയ്യില്ല. അത് തിരിച്ചറിഞ്ഞതുകൊണ്ട് ഫഷ്തഗൽതു ബിഹി, ഞാൻ ചെയ്യേണ്ട പണിയിൽ ഞാൻ വ്യാപൃതനായി. വഅലിംതു അന്നല്ലാഹ മുത്തലിഉൻ, എൻ്റെ റബ്ബ് ഏത് സമയത്തും ഇരുട്ടിലും വെളിച്ചത്തിലും ഒറ്റക്കും കൂട്ടുകാരുടെ കൂടെയും ഒക്കെ എന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഒരു തെറ്റ് ചെയ്യുന്നവനായി എൻ്റെ റബ്ബ് എന്നെ കാണുന്നതിൽ എനിക്ക് ലജ്ജ തോന്നി. അലിംതു അന്നൽ മൗത യന്തദിറുനി, മരണം എന്നെ കാത്തിരിക്കുന്നുവെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് ഫഅദത്തു സാദ ലിലിഖാഇ റബ്ബി, എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാൻ, സന്തോഷത്തോടെ എൻ്റെ റബ്ബിനെ കണ്ടുമുട്ടാനുള്ള വിഭവങ്ങൾ ഒരുക്കുന്നതിൽ ഞാൻ വ്യാപൃതനായി. സഹോദരങ്ങളെ, ഈ തിരിച്ചറിവുണ്ടെങ്കിൽ നന്മയിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കും. നന്മകൾക്ക് ആവേശം കാണിക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നന്മകളെ കാത്തു സൂക്ഷിക്കുന്നത് നരകമോചനത്തിന് വേണ്ടിയാണ്. പടച്ച റബ്ബിന്റെ അടുക്കൽ ആ നരകത്തിൽ നിന്ന് രക്ഷ കിട്ടാൻ വേണ്ടിയാണ്. നരകം ഒരിക്കലും ആശ്വാസത്തിന്റെ കേന്ദ്രമല്ല. ഒരുപാട് നാൾ ശിക്ഷിച്ച് ഒരല്പസമയത്ത് ആശ്വാസം നരകത്തിലില്ല. ഹോസ്പിറ്റലിൽ ദിവസങ്ങളോളം രോഗിയായി കിടക്കുന്ന ഒരു രോഗി, വല്ലാത്ത
ആ ദുർഗന്ധമുള്ള ഹോസ്പിറ്റലിൻ്റെ സാഹചര്യത്തിൽ പലതരത്തിലുള്ള രോഗികളെയും കണ്ട് മനസ്സുമടുത്ത് ഇവിടെ നിന്നൊന്നും പോകാൻ സാധിച്ചിരുന്നെങ്കിലെന്ന് കൊതിക്കുന്ന നിമിഷങ്ങളുണ്ടാകാം. ആ സമയത്ത് രോഗിക്ക് വൈകുന്നേരം പരിശോധന കഴിഞ്ഞും രോഗിയുടെ അടുത്ത് വന്ന ഡോക്ടർ തോളിൽ തട്ടിക്കൊണ്ട് പറഞ്ഞു, താങ്കൾക്ക് ഇപ്പോൾ നല്ല ആശ്വാസമുണ്ട്, നാളെ നിങ്ങൾക്ക് രാവിലെ ഡിസ്ചാർജായി പോകാമെന്ന് പറയുമ്പോൾ ആ രോഗിക്കുണ്ടാകുന്ന വല്ലാത്തൊരു സന്തോഷമുണ്ട്. ഈ ദുർഗന്ധമുള്ള മരുന്നിൻ്റെ ഗന്ധമുള്ള ഈ ആശുപത്രിയിൽ നിന്ന് ഈ പല രോഗികളെയും കണ്ടുള്ള വിഷമത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു അവസരം കിട്ടിയല്ലോ എന്ന സന്തോഷം. സഹോദരങ്ങളെ, നരക ശിക്ഷ സഹിക്കാൻ കഴിയാതെ നരകത്തിലെ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവർ നരകത്തിന്റെ കാവൽക്കാരോട് യാചിച്ചു കൊണ്ടിരിക്കും. വഖാലല്ലദീന ഫിന്നാരി ലിഖസനതി ജഹന്നം ഉദഉ റബ്ബക്കും യുഖഫിഫു അന്നാ യൗമൻ മിനൽ അദാബ്. നരകത്തിന്റെ കാവൽക്കാരോട് ആവശ്യപ്പെടാം, ഒരു അല്പസമയത്തേക്കെങ്കിലും, ഒരു ദിവസത്തേക്കെങ്കിലും ഈ ശിക്ഷ ഒന്ന് ലഘൂകരിച്ചു തരാൻ നിങ്ങളുടെ റബ്ബിനോട് നിങ്ങൾ പ്രാർത്ഥിക്കുമോ? സഹോദരങ്ങളെ, നരകത്തിൽ നിന്ന് മോചനത്തിന് വേണ്ടി ആവശ്യപ്പെടുന്നു. ഒരാൾക്കും ഒരു ആശ്വാസത്തിൻ്റെ രംഗം അവിടെയില്ല. ഫദൂഖൂ ഫലൻ നസീദക്കും ഇല്ല അദാബ. ശിക്ഷയല്ലാതെ ഒന്ന് അവിടെ നിന്ന് കാണാൻ കഴിയില്ല അല്ലേ? ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന നരകത്തിൽ ആളുകളുടെ അതിൽ നിന്ന് ഇറങ്ങുന്ന ആ ജലം കുടിച്ചിറക്കാൻ വേണ്ടി ശ്രമിക്കും പക്ഷേ വലാ യകാദു യുസിഉഹു, അത് കുടിച്ചിറക്കാൻ അവർക്ക് സാധ്യമല്ല. വയഅതീഹിൽ മൗതു മിൻ കുല്ലി മകാൻ, എല്ലാ ഭാഗത്തു നിന്നും മരണമാണ് വരുന്നത്. പക്ഷേ വമാ ഹുവ ബിമയ്യിത്, മരിച്ചിട്ടുള്ള ഒരു ആശ്വാസം അത് നരകത്തിലുണ്ടാവില്ല. ആ നരകമോചനമാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എങ്ങനെ മരിക്കേണ്ടി വന്നാലും ശരി, ഏറെ വേദനാജനകമായ മരണരംഗങ്ങൾ നമ്മൾ കാണാറുണ്ട്. തല നഷ്ടപ്പെട്ട തൻ്റെ മകൻ്റെ ശരീരവും കൈ പിടിച്ച് കരഞ്ഞു കലങ്ങിയ കണ്ണുമായിട്ടുള്ള ചിത്രങ്ങൾ ഫലസ്തീനിൽ നമ്മൾ കണ്ടു. പല മരണങ്ങൾ സംഭവിക്കുന്നു. വേദനിപ്പിക്കുന്ന മരണങ്ങൾ ജീവിതത്തിലുണ്ടായാലും ശരി, ഒരു വിശ്വാസി മരണത്തിൻ്റെ രൂപത്തിൽ ഭയപ്പെടുന്നവനല്ല. എങ്ങനെ മരിക്കേണ്ടി വന്നാലും കയ്യിൽ നന്മയുണ്ടെങ്കിൽ അവിടുന്ന് അങ്ങോട്ട് സന്തോഷമാണ്. അതല്ല, എന്നും നമ്മൾ കിടന്നുറങ്ങുന്ന ബെഡിൽ വെച്ചാണ് മരിക്കുന്നതെങ്കിലും കയ്യിൽ നന്മയില്ലെങ്കിൽ സഹോദരങ്ങൾ, ആ മരണത്തിൽ സന്തോഷം ഉണ്ടാവില്ല. അവിടുന്ന് അങ്ങോട്ടുള്ള യാത്രയിൽ നമുക്ക് വെളിച്ചമുണ്ടാവില്ല. നന്മയുടെ ജീവിതത്തിന് സമയം കണ്ടെത്തിയാൽ, ജീവിതത്തിൽ നന്മകൾ കാത്തു സൂക്ഷിച്ചാൽ അത് നമുക്ക് പരലോകത്ത് രക്ഷയാണ്. അതിനുവേണ്ടിയുള്ള പരിശ്രമത്തിൽ നമ്മൾ മുന്നേറുക. അള്ളാഹു അതിന് നമുക്കേവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ ജീവിതത്തിലെ സകല നന്മകൾക്കും പരലോകത്ത് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കണം റഹ്മാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസനത വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.